വലിയ പരിത്യാഗിയും മഹാ ആബിദുമായ റബീഉ ബിൻ ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൂഫിയായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ തേടി യാത്ര തിരിച്ചു. ദീർഘമായ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം മഹാന്റെ വാസസ്ഥലത്തെത്തി. റബീഉ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഞാൻ അവിടെ ചെന്നപ്പോൾ മഹാൻ പ്രഭാത നമസ്കാരത്തിലാണ്. അതൊരു സാധാരണ നമസ്കാരമായിരുന്നില്ല. എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച, ലോകവും മനുഷ്യരും എല്ലാം മറന്ന ആനന്ദലഹരിയിലുള്ള ഒരു നമസ്കാരം. അടുത്ത് എന്തുണ്ടെന്ന് പോലും അറിയാതെ പരിപൂർണ ഏകാഗ്രതയിൽ നിന്നുള്ള ഖിയാം. നിസ്കാരത്തിന് ശേഷം ദിക്റുകൾ, അതിനുശേഷം ദുഹാ നമസ്കാരം. ഉച്ചവരെ ഒരേ ഇരിപ്പ്, ഒരേ ദൈവചിന്ത, ഒരേ അല്ലാഹുവിലുള്ള സ്മരണയിലായി കഴിഞ്ഞുകൂടുന്നു. ളുഹർ നമസ്കരിച്ചു, അസർ വരെ വീണ്ടും അതേ അവസ്ഥ. ഇത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, 3 ദിവസം തുടർച്ചയായി. ഒരു നിമിഷം പോലും ഇലാഹി ചിന്തയിൽ നിന്ന് മഹാൻ വിട്ടുനിന്നില്ല. റബീഉ റഹ്മത്തുള്ളാഹി അലൈഹി അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇത്രയേറെ അല്ലാഹുവിൽ ലയിച്ച ഒരാൾ. 4-ാം ദിനം രാത്രി അല്പം നേരം മഹാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഉടനെ ആശങ്കയോടെ കണ്ണു നിറഞ്ഞ് അല്ലാഹുവിനോട് മഹാൻ കേഴുന്നുണ്ടായിരുന്നു. അല്ലാഹുവേ, ഉറക്ക് അധികമായ കണ്ണിൽ നിന്നും ഭക്ഷണം അധികമായ വയറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ റബീഉ ബിൻ ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹൃദയം വിറച്ചു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, സതുപദേശമായി എനിക്കിതു മതി. മഹാന്റെ ശ്രദ്ധ തെറ്റിക്കാതെ, ഒരു വാക്കുപോലും പറയാതെ ആ ആത്മീയ പ്രകാശം ഹൃദയത്തിൽ നിറച്ച് അദ്ദേഹം അവിടം വിട്ടു മടങ്ങി. ചില സന്ദർശനങ്ങൾ വാക്കുകൾക്ക് വേണ്ടിയല്ല, ജീവിതം മാറ്റാൻ വേണ്ടിയാണ്.